നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ അറിയപ്പെടുന്ന എംപിയും ഒരുപക്ഷേ ഇംഗ്ലീഷിൽ പുതിയ വേർഡുകൾ കൊണ്ട് കേരളത്തെ അമ്പരിപ്പിച്ച നേതാവാണ് ഡബിൾ എ റഹീം. പലപ്പോഴും അദ്ദേഹത്തെ റഹീം എന്നുള്ളതിനപ്പുറം ഡബിൾ എ റഹീം എന്നാണ് പല നേതാക്കന്മാരും അറിയപ്പെടാറുള്ളത്, പിന്നെ പറയാറുള്ളത്. അപ്പം അദ്ദേഹത്തിന് പുതിയൊരു പ്രസ്ഥാനം വന്നിട്ടുള്ളത് കേരളത്തിലെ കടകൾ നിറയെ ബെക്കാർഡികളാണ്, അതേപോലെ കടൽ നിറയെ അദാനികളാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കിപ്പോൾ ഉള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ അദാനി വിഷയം ഒരു ഭാഗത്ത് നടക്കുന്നു, ബെക്കാർഡി വിഷയം മറുവശത്ത് നടക്കുന്നു. പക്ഷേ ഇതിനൊക്കെ തിരികൊളുത്തിയത് ആരാണെന്നുള്ള വലിയ ചോദ്യം ചിന്നവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം റഹീമിൻ്റെ ഈ ഒരു പ്രസ്താവന വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റഹീമിൻ്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? ഒന്ന്, റഹീമിൻ്റെ പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്യാന്ന് പറയുന്നത് തന്നെ നമുക്ക് തന്നെ നാണക്കേടാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബെക്കാടി കടകൾ നിറയെ ബെക്കാടിയും കടൽ നിറയെ അദാനിയാണെങ്കിൽ ആ കടലിൽ മുങ്ങിച്ചത്തിട്ടാണ് ഡെഡ് ബോഡി മാത്രമാണ് തീരത്തടിച്ചിരിക്കുന്ന റഹീമിൻ്റെ എന്നാണ് എൻ്റെ ധാരണ. കാരണം റഹീമിനെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. ഒന്നും സാധിക്കുകയില്ല. SFIക്കാർ പിള്ളേരോട് സമരത്തിന് അവിടെ ഇരിക്കാൻ പറഞ്ഞിരുത്തി. ഇന്ന് ആ പിള്ളേരെല്ലാം ജയിലില്ല. അദാനിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിനേക്കാൾ കഷ്ടമായിട്ട് ആ പിള്ളേരെ യൂണിവേഴ്സിറ്റി കോളേജിലും തൊട്ടടുത്ത കോളേജുകളിലെയും പിള്ളേരെ വീണാ വിജയനെ ED റെയ്ഡിൽ നിന്ന് രക്ഷമിക്കാൻ ഇയാൾ അട്ടഹസിക്കുക അവിടെ പോയി. അതിന് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ KSUക്കാർ പിള്ളേർക്കെതിരെ അട്ടഹസിക്കുന്നു. ഇരിക്കടോ അവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞു. അത് കണ്ടോ? ഇതെല്ലാം കൂടെ കണ്ടിട്ട് റഹീമിനെ കാണുമ്പോൾ റഹീം ആരാ? റഹീമിന് എവിടെയാണ് തെറ്റ് പറ്റുന്നത്? റഹീമിന് പറ്റിയ തെറ്റ് ആണോ പ്രധാനം, അത് CPMന് പറ്റിയ തെറ്റാണോ പ്രധാനം എന്നറിയത്തില്ല. CPMലേക്ക് ഒരു കൂട്ടം പുതിയ നേതാക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളും CPMലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം പിണറായി വിജയൻ്റെ ആശ്രിത വത്സലരാണ്. മാത്രമല്ല സ്തുതിപാഠകർ ഏറ്റവും ഭംഗിയായിട്ട് പിണറായി വിജയനെ സൂചിപ്പിച്ച് പ്രസംഗിക്കാൻ, സംസാരിക്കാൻ അറിയാം, പാട്ട് പാടാനറിയാം, അത്യാവശ്യം തിരുവാതിര കളിക്കാനറിയാം. അങ്ങനെയുള്ള ഒരാളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. റഹീമിൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ പറയാം. അപ്പോൾ നമ്മൾ റഹീം എന്ത് നിലപാടെടുത്ത് ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് നിലപാട് പറയാൻ പറ്റും? റഹീം എടുത്തൊരു നിലപാട് നമ്മൾ അങ്ങനെ ആലോചിക്കണം. ഇയാൾ വലിയ പുള്ളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളിൽ നിന്ന് എന്ത് കോൺട്രിബ്യൂഷനാണ് ഉണ്ടായിരിക്കുന്നത്? ഡൽഹിയിൽ ഈ പറഞ്ഞ പോലെ ചേരികൾ പൊളിച്ചു കളഞ്ഞപ്പം അവിടെ പോയി മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തു എന്നുള്ളൊരിതുണ്ട്. പത്രസമ്മേളനം നടത്തി. അത് എല്ലാവരും ചെയ്യുന്നേ. അത് ഈ രാജമോഹൻ ഉണ്ണിത്താനും ഇവരെല്ലാം പത്രസമ്മേളനം നടത്തുന്നവരാ. ഓരോ കാര്യത്തിന് അങ്ങ് ഉഗാണ്ട നടക്കുന്ന കാര്യത്തിൻ്റെ, റഹീമൊക്കെ ഉഗാണ്ടയിലൊക്കെ നടക്കുന്ന കാര്യത്തിന് ഇപ്പം ഇയാളുടെ സെലൻസ്കിയുടെ ഉക്രൈനിലെ പ്രശ്നത്തിനൊക്കെ വേണം ഇവിടെ പത്രസമ്മേളനം നടത്തും, പ്രകടനം നടത്തും, ചെഗുവേരയുടെ വാദ്യം കുത്തും. അതിനപ്പുറത്തേക്ക് കൺസ്ട്രക്റ്റീവായിട്ടൊരു സമരത്തെ നയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലെ ബുദ്ധിപരമായ രംഗത്ത് പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു, JNUവിൽ പഠിച്ചിരിക്കുമ്പോൾ അവരൊക്കെ പരീക്ഷയ്ക്ക് എഴുതിയ പേപ്പറുകൾ പിള്ളേർ വായിച്ച് പഠിക്കുമായിരുന്നു തലച്ചോറിൻ്റെ ശക്തി കൊണ്ട്. ഇവിടെ എന്നാ പഠിക്കാനുള്ളത്? റഹീമിൻ്റെ തലച്ചോറ് എടുത്ത് പഠിച്ചാൽ എന്നാ സംഭവിക്കുന്നത്? ആലോചിച്ച് നോക്കി. എനിക്കുണ്ട് ഇവരെ കൂട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള പല നേതാക്കന്മാരുണ്ട്. നമ്മളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേർ എവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. അല്ല, ഇത് ഇംഗ്ലീഷിൽ പറയണമെന്ന് നിർബന്ധം എത്ര കോംപ്ലക്സ് എന്തിനാ? ആ അപകർഷതാബോധമാണ്. ഇപ്പോൾ റഹീമിനും ബിന്ദു ടീച്ചറിനൊക്കെ പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അപകർഷതാബോധം. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ശശി തരൂർ അപ്പുറം ഇംഗ്ലീഷ് പറയുന്നു. അല്ലേ ഇപ്പുറത്ത് മാറി അമോഘ മൊയ്ത്ര ഇംഗ്ലീഷ് പറയുന്നു. അപ്പോൾ അതുപോലെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രസംഗിച്ചു കൂടാന്ന് അവരാലോചിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ബുദ്ധി കാണിക്കുന്ന KC വേണുപോലെ കൂടുതൽ പറയാൻ പോകാറില്ല. ആർക്കറിയാം, അയാളുടെ പരിമിതി അറിയാവുന്ന പറയുന്നേ. ഇപ്പോൾ റോജി M. ജോൺ ചെല്ലുമ്പോൾ പറയും, വല്ല കാര്യമുണ്ടോ? അസൂയപ്പെട്ട കാര്യമുണ്ടോ? അതൊക്കെ ഒരാളുടെ പ്രത്യേക കഴിവല്ല. ഭാഷ പഠിക്കുക, പറയുക എന്നുള്ളത് ഒരാളുടെ പ്രത്യേക കഴിവല്ല. പക്ഷെ അതൊരു യോഗ്യതയാണ്. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ കഴിവെന്നുള്ളത്. ആ രീതിയിൽ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി. ശുദ്ധ മലയാളമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അപ്പോഴേ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെവിയിൽ എത്തിച്ചോളും. നമ്മൾ ഏത് ഭാഷ പറഞ്ഞാലും എത്താനുള്ള സാധനം എത്തിക്കോളും. മോഡിയുടെ ചെവിയിലോ അമിത്ഷായുടെ ചെവിയിലോ ആരുടെ ചെവിയോ എത്തിക്കും. പിന്നെ എന്തിനതിൽ വേവലാതിപ്പെടുന്നത് എന്തിനാ? അപ്പോൾ അത് അതിൻ്റെ വേവലാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പച്ചയ്ക്കുള്ള അപകർഷതാബോധം. തനിക്കൊരു MP ആകാനുള്ള യോഗ്യതയില്ലെന്ന് എന്നെ പിടിച്ച് MP ആക്കുമെന്നായിരിക്കും ആദ്യം റഹീം ആലോചിച്ചത്. പക്ഷേ എത്ര മിടുക്കനുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നല്ലോ അവിടെ. സമ്പത്തിനെ പിടിച്ച് അവിടുത്തെ മന്ത്രിയാക്കി, റെപ്രസെൻറ്റേറ്റീവ് ആക്കി, സമ്പത്തിനെ ഒന്നും അല്ലാതാക്കി. പ്രദീപ് കുമാർ ഉണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. പ്രദീപ് കുമാർ അവിടെ പോയെന്ന് അറിയത്തില്ല. രാജീവ് ഇബ്രാഹിം ഉണ്ടായിരുന്നു, പത്തനംതിട്ട. ഇത് കഴിവുള്ളവരെ എല്ലാവരും ഒഴിവാക്കി കിട്ടി. അവസാനം മിച്ചം കിട്ടിയതാണ് റഹീം, റിയാസ്, ബിന്ദു, പിന്നെ PP ദിവ്യ, ആര്യ രാജേന്ദ്രൻ, ചിന്താ ജെറോം. ഇത്തരം കുറേ സാധനങ്ങളെ കൊട്ടിയിട്ട്
പിണറായി വിജയൻ്റെ കാലയിലും കയ്യിലും പിണറായി വിജയൻ തന്നെത്താനെടുത്ത് കെട്ടിയിട്ടതാണോ കയ്യിലും കെട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പറയാം നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിക്കോ. എന്ത് സംഘടന? ഇവർക്കൊക്കെ PhD ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് അവിടെ PhDയുടെ കാര്യം മാത്രം പറഞ്ഞു. ഇപ്പോൾ ആ PhD കിട്ടാൻ ഇപ്പോൾ സുനിൽ പിള്ളയിടത്തിനെ പറ്റി വരെ ഇപ്പോൾ നമ്മൾ CPM-ലുള്ളതിൽ ഏറ്റവും പ്രധാന ബുദ്ധിജീവിയായിട്ട് വെച്ചിരിക്കുന്നത് സുനിൽ പിള്ളയാണ്. ഇളയിടത്തിനെ പറ്റി MG ശശിഭൂഷൺ അദ്ദേഹത്തിൻ്റെ ഗൈഡ് 40 പേജാണ് വെട്ടി മാറ്റിയത്. കോപ്പി അടിച്ചതിന് പ്ലാജരിസം 40 പേജ് ഇളയിടത്തിൻ്റെ തീസിസിൽ അത് അങ്ങനെ പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ മനുഷ്യ അയാളുടെ ശിഷ്യന്മാരെ ഇവരൊക്കെ തീസിസ് എങ്ങനെ എഴുതുന്നൊക്കെ ഒരുമാനം നാട്ടിൽ എനിക്കറിയാവുന്ന ആളാണ്. എങ്ങനെയാണ് സൂത്രപ്പണി എന്നൊക്കെ അറിയാം. ആരൊക്കെ എഴുതുന്നത്, ആരൊക്കെ മെനക്കെട്ട് എഴുതുന്നത്, പഠിച്ചിട്ട് എഴുതുന്നത് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ റഹീമിൻ്റെ തീസിസ് നാളെ അതിൻ്റെ പേരിൽ റഹീമിനൊരു ജോലി കിട്ടിയെന്ന് ആലോചിക്കും. കിട്ടിയിട്ടുണ്ടോ? തീസിസ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഉണ്ടോ? അതറിയില്ല. പക്ഷേ ഇവർക്കെല്ലാം ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടറേറ്റ് ആയിട്ട് അവാർഡ് കിട്ടണോ? ഡോക്ടറേറ്റിന് പഠിക്കുന്ന അവാർഡ് കിട്ടണമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് അറിയില്ല. അവാർഡ് ചെയ്യെങ്കിൽ ആ റിസർച്ച് സ്കോളേഴ്സിനെ ഗൈഡ് ചോദ്യം ചോദിച്ചവനൊക്കെ വിളിച്ചെടുത്ത് ഒന്നോട് ചോദിക്കണം പരസ്യമായിട്ട്. ഇത് പരസ്യമായിട്ട് വെക്കട്ടെ. PhDയുടെ വൈവ എന്ന് പറയുന്ന അല്ലെ പരസ്യമായിട്ട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ എഴുതിയ തീസിസിനെ പറ്റി സ്കോളേഴ്സും മറ്റ് സ്റ്റുഡൻസും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്ന ചോദ്യങ്ങൾ ചോദിക്കുക ആ വിഷയത്തെക്കുറിച്ച്. അത്തരം ഒരു ചോദ്യം റഹീം പ്രസൻറ്റ് ചെയ്യുമോ, ഫേസ് ചെയ്യുമോ? പുറത്തുള്ള റഹീം വിളിച്ചുകൊണ്ട് വരാത്ത, റഹീമിൻ്റെ ഉപ്പായും ബാപ്പായും ഒന്നും അല്ലാത്ത വേറെ പുതിയ ആൾക്കാരെ കൊണ്ട് റഹീം ഫേസ് ചെയ്യുമോ? ഒന്നും വേണ്ട. റഹീമിന് ഇപ്പോൾ എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നു? 16 പേര് ജയിലിൽ കിടക്കുക. അതിന് റഹീമിന് തന്നെ ഉത്തരം പറയാൻ പറ്റും? ആരെ കുറ്റപ്പെടുത്തും? പിണറായി വിജയനോട് ഇന്നലെ ബാലഗോപാലൻ പറഞ്ഞ പോലെയെങ്കിലും പഴമാണെന്നെങ്കിലും ചോദിക്കാൻ റഹീമിന് പറ്റുമോ? മാത്രമല്ല ഇപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ റഹീം പറഞ്ഞ വലിയൊരു വിവാദമുണ്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും മൗനത്തിൻ്റെ പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള, അയോധ്യ കൊള്ള നടക്കുമ്പോൾ ഇവരാരും മിണ്ടുന്നില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ആ വിഷയത്തിൽ ഇടപെടേണ്ട നേതാവാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും. ഇവർ രണ്ടുപേരും ആ വിഷയത്തിൽ നിശബ്ദരാണ് എന്നുള്ള സാധനങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ കണക്കൂട്ടുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ അടിയന്തരമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാരുമായിട്ടായിരിക്കില്ല, പിണറായി വിജയനുമായിട്ടായിരിക്കും, റഹീമിനെ പോലുള്ളവരുമായിട്ടായിരിക്കും. ശബരിമല കൊള്ള എങ്ങനെയാണ് ഒതുക്കിയത് എന്ന് കൃത്യമായിട്ട് അറിയണം. ബ്രിട്ടാസ് ഉണ്ട് അവിടെ. പിന്നെ ഇവരങ്ങോട്ട് വിളിച്ചാൽ മതി. ശബരിമല കൊള്ള എങ്ങനെ ഇത്ര സമർത്ഥമായിട്ട് പിടികൊടുക്കാതെ നിൽക്കാൻ പറ്റി എന്ന് മോഡിയും അമിത്ഷായൊക്കെ ചിലപ്പോൾ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരൊന്ന് റിസർച്ച് ചെയ്തിട്ട് ആ സാധനം അതേപോലെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണല്ലോ. അങ്ങോട്ട് ഇവർ പരസ്പരം പൂരകമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അത് റഹീമിനൊക്കെ ഉള്ള കുഴപ്പം ഈ പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്രമായി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി ഒരു 6 മാസത്തേക്ക് വായന പഠിത്തം മാത്രമായിട്ട് ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലും പോയി കുന്നുംപുറത്ത് പോയി തപസ്സിരുന്ന് മോക്ഷം നേടി വന്നാൽ ചിലപ്പോൾ റഹീം രക്ഷപ്പെടും. അല്ലാതെ ഈ കൂട്ടത്തിലാണ് റഹീം പോകുന്നതെങ്കിൽ പറഞ്ഞു അതിനിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിൽപ്പുണ്ട് തന്നെ ആർഷോ അവനും കൂടെ കൂടും. വസീഫുണ്ട് അപ്പുറം, അവൻ കൂടെ കൂടും. പിന്നെ ആരുടെ കൂടെയാണ് പോകുന്നത്? കൂടാൻ പറ്റുന്ന ആ കൂട്ടത്തിൽ പോകാൻ പറ്റുന്ന ആരും ഇല്ലെന്നേ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സാറിൻ്റെ കോളേജിൻ്റെ ഓർമ്മ വന്ന് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വലിയ വിവാദം നടന്നപ്പം അന്ന് ഗവർണർക്കെതിരെ ഫ്ലെക്സ് ഈ മഹാരാജാസ് കോളേജിൽ വെച്ച സാധനം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതിന് എഴുതിയത് ഇങ്ങനെയാണ്: യുവർ ദാൾ വിൽ നോട്ട് കുക്ക് ഹിയർ. നിങ്ങളെ പരിപ്പ് ഇവിടെ വേവിക്കില്ല, യുവർ ദാൾ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് എഴുതിയത്. അല്ല, അങ്ങനെ അതായത് അവരുടെ സംസ്കാരം. മഹാരാജ് കോളേജിലൊക്കെ പഴയ കാലത്ത് മഹാരാജ് കോളേജിൽ പഠിച്ചൊരു കാര്യം എന്താ പറയാൻ, തോമസ് ഐസക് ഉണ്ടായിരുന്നു, സഭയുടെ ചായ ഉണ്ടായിരുന്ന ഇങ്ങനെ ഉണ്ടായിരുന്നു, ആരാ പേര് മറന്നുപോയല്ലോ, സഭയുടെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരാളുണ്ട്, സുനിൽ പിള്ളയുടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മഹാരാജ് കോളേജിൽ പഠിച്ചവരാണ്. തോമസ് ഐസക് ഉണ്ടായിരുന്നു, പിന്നെ മമ്മൂട്ടി ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് സഭ അനുഭവം സ്വല്പം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം കുട്ടികളുടെ ബിനോയ് വിശ്വം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് മഹാരാജ് സ്കൂളിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് പറയാനില്ല, ആരുടെയും പേര് പറയാനില്ല, അധ്യാപകരുടെ പേര് പറയാനില്ല. മഹാരാജ് സ്കൂളിൻ്റെ പഴയ പാരമ്പര്യം. ഇനി നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാൻ തോന്നുന്നു അതിൻ്റെ പഴയ മഹാരാജ്, ഇപ്പോഴത്തെ മഹാരാജ്. അവിടുന്ന് കിടന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ TNC MP ഒക്കെ മഹാരാജ് സ്കൂളിൽ നിന്ന് പോയതാണ്. അതെങ്ങനെ പോയി എന്നുള്ളത് വേറെ കഥ. പാർട്ടിയിൽ എങ്ങനെ TNC നേതാവായി, ഇതൊക്കെ ഒത്തിരി കഥകളുടെ പിന്നാമ്പുറങ്ങളുണ്ട്. പഠിപ്പിച്ച് സമരം ചെയ്ത് ആ സമരത്തിൽ ലക്ഷ്യം നേടി ജയിച്ചു വന്ന ഒരൊറ്റ അതിൻ്റെ വാക്ക് ഞാൻ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭാഷ ഉപയോഗിക്കുന്നു. മറ്റേ പ്രേമേന്ദ്രനെ പറ്റി പറഞ്ഞ ഒറ്റ ഒരുത്തം പോലും NSFയിൽ ഇല്ലാതായി. ആരാ ഉള്ളത്? എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു വശത്ത് ഈ പറഞ്ഞ റഹീം വലിയ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ മുഖ്യധാര മാധ്യമങ്ങളോട് ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ പോലെ അയോധ്യയിൽ വലിയ തരത്തിൽ കൊള്ള നടന്നു എന്നുള്ളതും അതിൽ സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുള്ളത്, കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നുള്ളത്, അവർ മൗനം പാലിക്കുന്നു എന്നുള്ളതും. അതേ വിഷയം ഇങ്ങോട്ട് സംസ്ഥാന സർക്കാർ കേരളത്തിലോട്ട്
ഈ പറഞ്ഞ പോലെ വരുമ്പോൾ ആ വിഷയമൊന്നും ഈ പറഞ്ഞ പോലെ റഹീം മൗനം മൗനം, അതെ, റഹീം അടക്കമുള്ള ആൾക്കാരും മൗനം പാലിച്ചവരാ. അപ്പം അത് പറയാൻ അവർക്ക് യോഗ്യത ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യത്തിനവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, മുട്ടുകൈയില്ലാത്തവനാണ് ചെറിയ ഇല്ലാത്തവനെ കുറ്റം പറയുന്നത് എന്നുള്ളൊരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇരുപേരും ഒരു നാണയത്തിന്റെ വശം എടുത്ത് കഴിഞ്ഞാൽ രണ്ടുപേരും കുറ്റക്കാരാണ്. അപ്പം അത് പറയാൻ റഹീമിന് യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാനും പറയാം യോഗ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള മോഷണം ഇവിടെ നടക്കുമ്പോൾ ആ വിഷയത്തിൽ മിണ്ടാത്തവരാണ് ഇപ്പം അയോധ്യയിലെ വിഷയത്തിൽ പറയുന്നത്.